സംസ്ഥാനത്തെ സ്ത്രീജനങ്ങൾക്കും തൊഴിൽ മേഖലയിലുള്ളവർക്കും വലിയൊരു ആശ്വാസ വാർത്തയുമായി സംസ്ഥാന സർക്കാർ വരുന്ന ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് കെഎസ്ആർടിസി ബസ്സുകളിൽ യാത്ര പൂർണ്ണമായും സൗജന്യമാക്കുമെന്ന് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി സി.പി. ജോൺ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കെഎസ്ആർടിസിക്ക് ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യതകൾ സർക്കാർ നേരിട്ട് പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വെച്ച് വിളിച്ചു ചേർത്ത അടിയന്തര വാർത്താ സമ്മേളനത്തിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി സി.പി. ജോൺ സ്ത്രീകളുടെ യാത്രാ സൗകര്യവുമായി ബന്ധപ്പെട്ട ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. പദ്ധതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉയർന്നുവന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾക്കും സാമ്പത്തിക ആശങ്കകൾക്കും കൃത്യമായി മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായി. തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വെറുമൊരു പ്രഖ്യാപനമല്ല ഇതെന്ന് മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. കെഎസ്ആർടിസിയിലെ ഈ യാത്രാ സൗജന്യം വെറുമൊരു വോട്ട് കിട്ടാൻ വേണ്ടി പ്രഖ്യാപിച്ചതല്ലെന്ന് സി.പി. ജോൺ അസന്നിധമായി പറഞ്ഞു. ദിവസേന തൊഴിലിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്ക് വലിയൊരു സാമ്പത്തിക കൈത്താങ്ങാകുക എന്നത് മാത്രമാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സ്ത്രീകളുടെ യാത്രാ ചെലവ് കുറയ്ക്കുന്നതിലൂടെ അവരുടെ കുടുംബ ബഡ്ജറ്റിൽ വലിയൊരു ആശ്വാസം നൽകാൻ ഇതിലൂടെ സാധിക്കും. പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും ഇത് തടസ്സമില്ലാതെ നടപ്പിലാക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ ഗതാഗത വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. കെഎസ്ആർടിസിയുടെ ഏതൊരു തരം സർവീസുകളിലാണ് സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം പൂർണ്ണമായും ലഭ്യമാക്കേണ്ടെന്ന കാര്യത്തിൽ വകുപ്പിൽ നിലവിൽ ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ്. സാധാരണ ഓർഡിനറി ബസ്സുകൾക്ക് പുറമെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലും ഈ ആനുകൂല്യം വേണമോ എന്നതടക്കമുള്ള അന്തിമ തീരുമാനങ്ങളും ഇതിനായുള്ള കൃത്യമായ നിബന്ധനകളും മാർഗരേഖയും വരും ദിവസങ്ങളിൽ സർക്കാർ ഔദ്യോഗികമായി പുറത്തിറക്കും. കെഎസ്ആർടിസി നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ഈ പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചോദ്യത്തിനും മന്ത്രി മറുപടി നൽകി. യാത്രാ സൗജന്യം യാഥാർത്ഥ്യമാക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാവിധ സാമ്പത്തിക പ്രതിസന്ധികളും സർക്കാർ നേരിട്ട് പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ കൃത്യമായ പ്ലാനിങ്ങും ഫണ്ടും സർക്കാരിന്റെ പക്കൽ ഉണ്ടെന്നും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ജൂൺ 15 ആരംഭിക്കുന്ന ഈ ചരിത്രപരമായ തീരുമാനം ഒരടി പോലും പിന്നോട്ട് പോകില്ലെന്നും മന്ത്രി സി.പി. ജോൺ വ്യക്തമാക്കി. ഭരണകൂടത്തിന്റെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിക്കുന്ന ഈ വിശദീകരണം പദ്ധതിയുടെ വിജയത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ആശങ്കകളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ്. സ്ത്രീകൾക്ക് പൂർണ്ണ യാത്രാ സൗജന്യം പ്രഖ്യാപിച്ചതോടെ കെഎസ്ആർടിസി കൂടുതൽ കടുത്ത സാമ്പത്തിക ബാധ്യതകളിലേക്ക് പോകുമോ എന്ന ആശങ്ക പൊതുസമൂഹത്തിനും ധനകാര്യ വിദഗ്ധർക്കിടയിലും ശക്തമാണ്. എന്നാൽ കോർപ്പറേഷനെ തളർത്താനല്ല, മറിച്ച് കൂടുതൽ കരുത്തോടെ വളർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി സി.പി. ജോൺ വ്യക്തമാക്കുന്നു. യാത്രാ സൗജന്യ പദ്ധതി കെഎസ്ആർടിസിയുടെ പ്രതിദിന വരുമാനത്തെ ബാധിക്കാതിരിക്കാൻ കൃത്യമായ ബഡ്ജറ്റ് പിന്തുണ സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട്. ഈ പുതിയ ആനുകൂല്യം കാരണം കോർപ്പറേഷൻ ഉണ്ടാകുന്ന അധിക ബാധ്യതകൾ പൂർണ്ണമായും നികത്താൻ സർക്കാർ വൻതോതിൽ അധിക സാമ്പത്തിക സഹായം നൽകുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് കൃത്യമായ സമ്പത്തുണ്ട്. ആ ജനകീയ സമ്പത്തിനെ സാധാരണക്കാരുടെ ക്ഷേമത്തിനായി കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ അധിക ഫണ്ട് വഴി ജീവനക്കാരുടെ ശമ്പള പ്രതിസന്ധിയോ ഇന്ധന പ്രതിസന്ധിയോ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കും. കേവലം സബ്സിഡികൾ നൽകി കോർപ്പറേഷനെ നിലനിർത്തുക മാത്രമല്ല, സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുകയാണ് ഗതാഗത വകുപ്പിന്റെ അന്തിമ ലക്ഷ്യം. താൽക്കാലികമായി ചില സാമ്പത്തിക ക്രമീകരണങ്ങൾ ആവശ്യമായി വന്നേക്കാം. എങ്കിലും കെഎസ്ആർടിസി പൂർണ്ണമായും നഷ്ടമല്ലാത്തൊരു മികച്ച പൊതുമേഖലാ സ്ഥാപനമാക്കി മാറ്റിയെടുക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയം. കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുന്നതിലൂടെയും സർവീസുകൾ വിപുലീകരിക്കുന്നതിലൂടെയും കോർപ്പറേഷന്റെ ആകെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. വിവാദപരമായ മറ്റു വിഷയങ്ങളിൽ ജീവനക്കാരുമായും യൂണിയൻകാരുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമേ തീരുമാനങ്ങളിലേക്ക് കടക്കുമെന്ന സൂചനയും മന്ത്രി നൽകി. കെഎസ്ആർടിസിയിലെ സ്വിഫ്റ്റ് ബസ്സുകളുടെ ഘടനാമാറ്റം, വാഹന മോഡിഫിക്കേഷൻ അടക്കമുള്ള മറ്റ് സങ്കീർണ വിഷയങ്ങളിൽ നിലവിൽ ഔദ്യോഗികമായ ഒരു യോഗവും ചേർന്നിട്ടില്ലെന്ന് മന്ത്രി സി.പി. ജോൺ വ്യക്തമാക്കി. ഇപ്പോൾ സർക്കാരിന്റെ ഏക ശ്രദ്ധ ജൂൺ 15 ആരംഭിക്കുന്ന സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രാ പദ്ധതി വൻ വിജയമാക്കുക എന്നതിൽ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ പ്രഖ്യാപിച്ച ഈ ബഡ്ജറ്റ് പിന്തുണയും ദീർഘവീക്ഷണത്തോടെയുള്ള സാമ്പത്തിക പാക്കേജുകളും കെഎസ്ആർടിസി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഡൽഹി, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സൗജന്യ ബസ് യാത്ര വൻ വിജയമായതിന് പിന്നാലെയാണ് കേരളവും ഈ മാതൃക സ്വീകരിക്കുന്നത്. കെഎസ്ആർടിസിയുടെ സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ തീരുമാനം കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കും സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റുകൾക്കും വലിയൊരു ഊർജ്ജം പകരുമെന്ന് ഉറപ്പാണ്.